ഇന്ന് നമുക്ക് കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന പാർട്ട് നോക്കാം. പോർച്ചുഗീസുകാരെ പറ്റിയാണ് ആദ്യം നോക്കുന്നത്. ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് കാരണം 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് മൂലമാണ് അവർക്ക് പുതിയ കടൽമാർഗം കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നത്. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നുമാണ് 1497. വാസ്കോഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത് 1498 മെയ് 20-നാണ്. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഒന്നാമൻ. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം കോഴിക്കോട് കാപ്പാടാണ്. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ ഉണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെൻറ്റ് റാഫേൽ, ബെറിയോ എന്നിവ. വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയത് 1499-ലാണ്. ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിലെ കോഴിക്കോട് എത്തിയ വർഷം ഏതാണ്? അതറിയാലോ, 1498 ഉത്തരം. വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം 1502 അപ്പോൾ 1502 വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം. വാസ്കോഡ ഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിലെത്തിയത് 1524-ലാണ്. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയത് 1524-ലാണ്. അദ്ദേഹം അന്തരിക്കുന്നത് 1524 ഡിസംബർ 24-നാണ്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത് 1539-നാണ്. ഇന്ത്യൻ സമുദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അഥവാ അധിപൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വാസ്കോഡ ഗാമയെയാണ്. വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അഥവാ അധിപൻ എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബൺ. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവ. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവിൽഹ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ബർത്തലോമിയോ ഡയസ് ആണ് 1488. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? പെഡ്രോ അൽവാരസ് കബ്രാളാണ്. 1500-ലാണ് ഇദ്ദേഹം എത്തുന്നത്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരസ് കബ്രാളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അദ്ദേഹത്തിൻ്റെ കാലയളവ് 1505 മുതൽ 1509 വരെ ആയിരുന്നു. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയം നീലജല നയം, ബ്ലൂ വാട്ടർ പോളിസിയാണ്. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയമാണ് നീലജല നയം. നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡ. അപ്പോൾ അൽമേഡയാണ് നീലജല നയം നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. 1509 മുതൽ 1515 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലയളവ്. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത് അൽബുക്കർക്കാണ്. 1509 മുതൽ 1515 വരെയാണേ. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്കിനെയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയിയും അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക് തന്നെയാണ്. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും അത് അൽബുക്കർക്കാണ്.
പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയിയും അൽബുക്കർക്കാണ്. ഇനി പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ നോക്കാം. ഒന്ന് മാനുവൽ കോട്ടയാണ് കേട്ടോ. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതെന്ന് ചോദിച്ചാൽ മാനുവൽ കോട്ടയാണ്. കൊച്ചിയിൽ 1503 പണി കഴിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയും മാനുവൽ കോട്ടയാണ്. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ചതും അൽബുക്കർക്ക് തന്നെയാണ്. കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. 1505 അൽമേഡയാണ് കണ്ണൂരിൽ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. കോഴിക്കോടുള്ള ചാലിയം കോട്ട. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ നുനോ ഡാ കുൻഹയാണ്. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് നുനോ ഡാ കുൻഹ. സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയം കോട്ടയാണ്. ഈ ചാലിയം കോട്ട തകർത്തത് കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബിക് കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. വ്യക്തമായ വിജയമെന്നാണ് ഇതിൻ്റെ അർത്ഥം. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോഥിക് ശൈലി. ഇന്ത്യയിൽ ഗോഥിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച പള്ളികളാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി, ബോം ജീസസ് പള്ളി ഗോവ എന്നിവ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി. കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യ സെമിനാരിയാണ് വാരാപ്പുഴ സെമിനാരി. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം മട്ടാഞ്ചേരി പാലസാണ്. 1555 നൽകുന്നത്. ഇത് പിന്നീട് ഡച്ചുകാർ പുതുക്കി പണിയുന്നതോടുകൂടി ഡച്ച് കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 1663 ഇത് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടാൻ തുടങ്ങുന്നത്. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, ആത്തിക്ക, മരച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകത്തെ ഒരു ജനകീയ കലയാക്കി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് കൊച്ചിയിലാണ്. ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായി സെമിനാരികളും കോളേജുകളും ആരംഭിച്ച സ്ഥലങ്ങളാണ് കൊച്ചി, കൊടുങ്ങല്ലൂർ, വൈപ്പിൻകോട്ട എന്നിവ. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവയ്ക്കുന്നത് 1513 കണ്ണൂർ സന്ധി പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയുമാണ്. ഇനി 1540 ഒപ്പുവയ്ക്കുന്ന സന്ധിയാണ് പൊന്നാനി സന്ധി. ഇത് പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ തന്നെയാണ്. പൊന്നാനി സന്ധി 1540. കുഞ്ഞാലിമരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിക്കുന്നത് 1600. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ അറബി ഭാഷയാണ്. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിന് ലഭിച്ച പദങ്ങളാണ് ലേലം, ഫാക്ടറി, മുറം, പതക്കം, കൊന്ത, കുംഭസാരം, വികാരി, ചാവി, ജനൽ, മേശ, കസേര, ബഞ്ച്, വരാന്ത, റാന്തൽ, വിജാഗിരി, അലമാര, ചായ, മേസ്തിരി, കുശിനി എന്നിവയൊക്കെ. ബാക്കി ഡച്ചുകാരെ പറ്റി അടുത്ത ക്ലാസ്സിൽ നോക്കാം.